പ്രിയപ്പെട്ടവരെ, ലോക സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യും വിധം അതിശക്തമായ ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ഒരുങ്ങുന്നത്. നമുക്കറിയാം, റഫ ആക്രമണത്തെക്കുറിച്ച് ആഴ്ചകളായി ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ റഫയിൽ നിന്ന് അഭയാർത്ഥികളായ ആളുകളോട് മാറി താമസിക്കാനുള്ള ലഘുലേഖകൾ ഇപ്പോൾ ഇസ്രയേൽ സൈന്യം IDF വിതരണം ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ റഫയിലുള്ള അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഗസയുടെ വടക്ക് ഭാഗത്തു നിന്നും അതിശക്തമായ മിസൈൽ ആക്രമണം കാരണം അവര് തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയതാണ്. ഇനി ഈ റഫ അതിർത്തിയിൽ നിന്ന് അവർക്ക് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാനില്ല, പലായനം ചെയ്യാൻ അവരുടെ മുന്നിൽ സ്ഥലമില്ല. കാരണം ഈ ഗസയുടെ ബോർഡർ ഈജിപ്തുമായിട്ടുള്ള ബോർഡറാണ് റഫ എന്നറിയപ്പെടുന്നത്. ഏകദേശം 1 മില്യണിലധികം ആളുകളാണ് റഫയിൽ താമസിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ അതിക്രൂരമായ ആക്രമണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേൽ സൈന്യം വലിയ ഒരു മുന്നറിയിപ്പാണ് ഗസയിലുള്ള റഫ അഭയാർത്ഥികളായ ആളുകൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. മുകളിൽ നിന്നും ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് റഫയിലുള്ള അഭയാർത്ഥികളെല്ലാം മാറി താമസിക്കണമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള ആക്രമണം ആസന്നമാണ് എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ IDF നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗസയുടെ ഈ തെക്ക് ഭാഗത്തുള്ള റഫ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് 1 മില്യണിലധികം ആളുകളാണ് അഭയാർത്ഥികളായി താമസിക്കുന്നത്. കാരണം ഇസ്രയേൽ വടക്ക് ഭാഗത്ത് അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അവിടെ നിന്ന് ആളുകൾ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവിടെ അഭയാർത്ഥികളായി ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അവർ എങ്ങോട്ട് യാത്ര ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തു നിന്നെല്ലാം ഇത്തരം ഒരു നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ലോകത്തു നിന്ന് വരുന്ന അതിശക്തമായ പ്രതിഷേധങ്ങളെ ഒന്നും വിലവെക്കാതെ മനുഷ്യത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിനായി ഇസ്രയേൽ സൈന്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രയേൽ ഈജിപ്തിനോട് ഈ അതിർത്തിയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ഈജിപ്ത് സൈന്യം റഫ അതിർത്തിയിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വലിയൊരു ദുരന്തം തന്നെ. കാരണം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഈ ഭാഗത്ത് യുദ്ധം ചെയ്യുമ്പോൾ വലിയ മാനുഷിക ദുരന്തം ഉണ്ടാകുമെന്ന് UN അടക്കം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. എന്നാൽ ഈ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകിയിട്ടുണ്ട്. അതായത് റഫേൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇസ്രയേലുമായി സഹകരിക്കുന്ന ഏതൊക്കെ ഷിപ്പ് കമ്പനികളുണ്ടോ അവരുടെ കപ്പലുകളെയെല്ലാം ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുമെന്നാണ്. അതായത് ഇസ്രയേലിലേക്ക് നീങ്ങുന്ന കപ്പലുകൾ എന്ന് മാത്രമല്ല, ലോകത്തെവിടെയും ആ കമ്പനികൾ, ഇസ്രയേലുമായി സഹകരിക്കുന്ന കമ്പനികൾ, അവരുടെ ഷിപ്പുകൾ എവിടെയൊക്കെ ലോകത്തുണ്ടോ അവരെ എല്ലാം ഞങ്ങൾ ആക്രമിക്കും. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടൽ, അതുപോലെ തന്നെ പേർഷ്യൻ കടൽ, ചെങ്കടൽ, അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രം, അതേപോലെ തന്നെ അറബിക്കടൽ, അദൻ കടൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും അവരുടെ ആക്രമണങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മിസൈൽ ആയുധങ്ങളുടെ ദൂരപരിധി എത്രയാണോ അവിടെയെല്ലാം ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ്. ഇത് വലിയ രൂപത്തിൽ ഇസ്രയേലിനെ ഉപരോധിക്കാൻ വേണ്ടിയാണ് ഹൂത്തികൾ ഇങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികളെ ഒന്നും മുഖവിലക്ക് എടുക്കാതെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിനായി ഈ ഇസ്രയേൽ സൈന്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഹമാസ് പറയുന്നു ഏത് ആക്രമണങ്ങളെയും നേരിടാൻ ഹമാസിന്റെ പോരാളികൾ തയ്യാറാണ് എന്ന സൂചനയും ഇപ്പോൾ അവർ നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ റഫ അതിർത്തിയിലേക്ക് ഈജിപ്തിന്റെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും ഏകദേശം ഒരു കോർണറിലാണ് കറം അബു സാലിം എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള ഇസ്രയേലിന്റെ സൈനികർ തമ്പടിച്ചിരിക്കുന്ന ഭാഗത്തായിരുന്നു ഇന്നലെ ഹമാസ് ആക്രമണം നടത്തിയത്. 3 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 10 പേർക്ക് പരിക്കേൽക്കുകയും ഈ 10 പേരിൽ 3 പേരുടെ നില വളരെ ഗുരുതരമാണ് എന്ന് ഇസ്രയേലിന്റെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോകത്തിന് മുന്നിൽ തന്നെ വലിയ ഒരു ആശങ്കയാണ് ഈ ആക്രമണം എന്ന കാര്യം പറയേണ്ടതില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.